നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ ആയിരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് വളരെ അത്യാവശ്യപരമായ ഒരു കാര്യമാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ദൈവവചനത്തിലെ ദൈവം ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെ? അതുകൊണ്ട് ആ അറിവില്ലായ്മ പലരെയും എന്ത് ചെയ്യുന്നു? മൂന്ന് ദൈവങ്ങളെയും, മൂന്ന് വ്യക്തികളുള്ള ദൈവങ്ങളിലേക്കും ആളുകളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് അങ്ങനെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ശരിയായ അന്വേഷണക്കുറവ്, അതാണ് പലപ്പോഴും മൂന്ന് ദൈവങ്ങളിലേക്കുള്ള ഒരു അറിവിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്, അല്ലെ? ദൈവവചനം വായിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനാണ് ആവർത്തന പുസ്തകം മോശ എഴുതുമ്പോഴും ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുമ്പോഴും അത് വളരെ വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 6:4 എഴുതി വെച്ചിരിക്കുകയാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ എന്തുകൊണ്ടാണ് യഹൂദന്മാരോട് മോശ അങ്ങനെ കൽപ്പിച്ചത്. കാരണം ദൈവവചനത്തിലെ ദൈവം ഏകനാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു ഏക ദൈവം, പിന്നെ എങ്ങനെ മൂന്ന് ദൈവങ്ങൾ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കാലങ്ങളിൽ മൂന്ന് ദൈവങ്ങളുള്ള അന്വേഷണം വളരെ കൂടി വരുന്നു. മൂന്ന് ദൈവങ്ങളാണെന്നും മൂന്ന് വ്യക്തികളാണെന്നും. പക്ഷെ ദൈവം ഏകനാണ് എന്ന് മോശ പഠിപ്പിച്ചിട്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു കൂട്ടം പറയുന്നു ദൈവത്തിനുള്ളിൽ മൂന്ന് പേരുണ്ടെന്നും അത് ഭയങ്കര സ്നേഹത്തിലാണെന്നും ഭയങ്കരമായ സ്നേഹബന്ധമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് വളരെയധികം ഏറി വരുന്നു. അപ്പൊ ദൈവം ഏകനാണ് എന്നാണ് മോശ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. അപ്പൊ ഇസ്രായേൽ സ്വയം വെളിപ്പെടുത്തിയ ഒരുവനല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കുന്ന. വേറൊരു ദൈവമില്ല. ആ ദൈവത്തിനകത്ത് മൂന്ന് പേരുണ്ട് എന്ന് ഒരിക്കലും പറയുന്നുമില്ല, അല്ലേ? കാരണം ഒരേ ഒരു ദൈവം, ആ യഹോവ, അത് യഹോവയാണെന്നും അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പൊ ആ യഹോവ, ചില ആളുകൾ പറയുന്നു അത് ഡെസേർട്ട് ദേവനാണെന്നും യഹോവ എന്താണ് ഈ ക്രൂരനായ ദൈവമാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് ഇന്ന് ഏറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ദൈവം നമ്മുടെ ദൈവമാകുന്നു, അല്ലെ? അങ്ങനെയാണ് മോശ പഠിപ്പിച്ചത്. അപ്പൊ യഹോവ ആയ ദൈവം, അല്ലെ? നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആവർത്തന പുസ്തകം 4:29 നമ്മൾ വായിക്കുമ്പോൾ 4:29 നമ്മൾ വായിക്കുന്നു. 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യത്തിൽ, എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. അപ്പൊ അവനെ തിരയണം. യഹോവയായ ദൈവത്തെ തിരഞ്ഞ് അറിയണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചിലർ പറയുന്നത് പോലെ യഹോവ ദൈവമല്ല. പക്ഷെ മോശ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? യഹോവ, യാഹുവേ എന്നുള്ളതിന്റെ മലയാള പദത്തിലാണ് യഹോവ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യഹോവ ഒരു ക്രൂരനായ ദൈവം ആകുന്നത്, അല്ലെ? പല ആളുകൾക്കും അങ്ങനെയാണ്. 4:31 വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയുമില്ല, അല്ലേ? അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യഹോവ എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മുടെ ദൈവമാണ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കുവാൻ പാടില്ല. അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്, അല്ലെ? അവനെ കണ്ടെത്തണം. പുതിയ നിയമത്തിൽ അവൻ നമ്മുടെ മുമ്പിൽ മനുഷ്യനായി വെളിപ്പെട്ടു, യേശു ക്രിസ്തുവായി അവൻ വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ആത്യന്തികമായ വിജയം ഉറങ്ങിക്കിടക്കുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. കാരണം ആ യഹോവ
മനുഷ്യനായി, അല്ലെങ്കിൽ ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് ഏക ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ 3 പേരടങ്ങുന്ന 3 വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഒരു ദൈവമല്ല ദൈവവചനത്തിൽ അങ്ങനെ ഒരു ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ പറയുന്നു, എന്താണ്, യഹോവയായ ദൈവം തന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല. അങ്ങനെ സ്നേഹബന്ധങ്ങളിലാണ് പോകുന്നതെങ്കിൽ, അങ്ങനെ 3 പേർ അവിടെ സ്നേഹബന്ധത്തിലായിരുന്നെങ്കിൽ യഹോവയായ ദൈവം ഒരിക്കലും സാക്ഷ്യപ്പെടുത്തില്ലായിരുന്നു എന്നിൽ മറ്റൊരുത്തനില്ല എന്ന്. അപ്പോ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ദൈവം ഒരുവനേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ഒരുവനാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ യേശുക്രിസ്തു രണ്ടാമനാണ്. യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ രണ്ടാമനാണ്, അല്ലെ? രണ്ടാമൻ എന്ന് പറയുമ്പോൾ വെറും സൃഷ്ടിയാണ് എന്നുള്ള രീതിയിലാണ് യഹോവ സാക്ഷി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ തൃത്വക്കാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഒരു വ്യക്തിത്വം മാത്രമാണ്, ദൈവത്തിനകത്തൊരു വ്യക്തിത്വമുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ ദൈവത്തിന്റെ അകത്ത് 3 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തിന്റെ 3 ടൈറ്റിലുകളാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് 3 ടൈറ്റിലുകളെ എടുത്തുകൊണ്ട് അത് 3 വ്യക്തിത്വങ്ങളാണെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതി, അതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങൾ 14:4 നമ്മൾ വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 14:4 നമ്മൾ വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹൂദരായവരോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവമായ യഹോവ എന്നാണ്, ഇല്ലേ? പഴയ നിയമത്തിൽ അവന്റെ പേര് യഹോവ എന്നാണ്. പുതിയ നിയമത്തിൽ അവൻ യേശു ക്രിസ്തുവായി മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ് കർത്താവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ്? ഏക കർത്താവേ ഉള്ളൂ, ഇസ്രായേലിനാകെ കൂടി ഏക കർത്താവേ ഉള്ളൂ. 2 കർത്താക്കന്മാരുണ്ടോ? യേശു കർത്താവ് എന്ന് വിളിക്കുന്നവരുണ്ട്, യഹോവയെ കർത്താവ് എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പൊ 2 കർത്താക്കന്മാർ നമുക്കുണ്ടോ? 2 കർത്താക്കന്മാരും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനത്തിലെ നിയമം നമ്മളോട് പറയുന്നത്. അപ്പം തൃത്വം അന്വേഷിക്കുന്നവരെല്ലാം, അതായത് 3 പേരാണെന്നുള്ള തൃത്വം അന്വേഷിക്കുന്നവരെല്ലാം എന്താണ്? തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ ഏക ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ 3 ആവശ്യവുമില്ല. ഏക ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് പറയുവാനുള്ള പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, അല്ലെ? 14:4 പറയുന്നത്, അന്വേഷിപ്പാനും ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങൾ ആത്മാർത്ഥതയിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ആസ രാജാവ് ഇവിടെ താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ 14:4 നമ്മൾ വായിച്ചത്. അപ്പൊ അവരൊക്കെ ഇസ്രായേലിലെല്ലാം, അതായത് ഇസ്രായേലിൽ വാണിരുന്ന രാജാക്കന്മാരും ദാവീദ് ഉൾപ്പെടെയുള്ള എല്ലാ രാജാക്കന്മാരും ഏക ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. അപ്പൊ ഏക ദൈവത്തെയായിരുന്നു സ്തുതിച്ചിരുന്നത്. അതിന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 105:4 നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 105:4, 105-ാം അധ്യായം 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ, യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവിൻ, അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. അവിടെ എഴുതിയിരിക്കുകയാണ് യഹോവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ദാവീദ് അന്വേഷിച്ചത്, അപ്പം ചില ആളുകൾ പറയുന്നു യഹോവ ഡെസേർട്ട് ദേവനാണെന്നും യഹോവ അതുപോലെ എന്താണ് ക്രൂരനായ ദൈവമാണ്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ ഈ സങ്കീർത്തനക്കാരനൊക്കെ അന്വേഷിച്ചെന്ന് പറയുന്ന വളരെ തെറ്റല്ലേ? അപ്പോൾ അത് പഠിപ്പിക്കുന്ന ആൾ വളരെ തെറ്റായിട്ടല്ലേ അത് പറഞ്ഞതും അത് പഠിപ്പിക്കുന്നതും വളരെ തെറ്റായിട്ട് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 105:1 നമ്മൾ വായിക്കുമ്പോൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. അപ്പൊ ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പറ്റിച്ചെന്ന് വരില്ലേ? യഹോവ ക്രൂരനാണെങ്കിൽ, അല്ലെങ്കിൽ യഹോവ എന്താണ് യഹോവ ഡെസേർട്ട് ദേവനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ആ സങ്കീർത്തനക്കാരൻ നമ്മളെ പറ്റിച്ചെന്ന് വരില്ലേ? അപ്പൊ അതുവരെ പറയാൻ മടിക്കാത്തവരാണ്
യഹോവയായ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 55:6 നമ്മൾ വായിക്കുകയാണ്. 55-ാം അധ്യായം 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അപ്പൊ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോ യഹോവയായ ദൈവത്തെ അന്വേഷിക്കണം, കണ്ടെത്തണം. അവൻ ഏകനായ ദൈവമാണ്. ഏകനായി നിന്ന്, അല്ലെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നാണ് കർത്താവായ ദൈവത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താണ് തൃത്തക്കാർക്ക് പറയാനുള്ളത്? 3 പേർ കൂടിയ ദൈവമാണ് ഏകനായി നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. 3 പേരാണ് അവരുടെ സിദ്ധാന്തത്തിൽ. 3 പേർ കൂടിയ ദൈവമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവവചനം പറയുന്നു ദൈവം ഒരുവൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അതിനെ അന്വേഷിക്കാതെ ഒരു 3 ദൈവങ്ങൾ, 3 വ്യക്തിത്വങ്ങൾ, അവയെ അനുസരിച്ചുകൊണ്ട് അങ്ങ് ഇവിടെ കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള ന്യൂ ജനറേഷൻ വരെയുള്ള സ്ഥലത്ത് ചർച്ചുകളിൽ നമ്മൾ കാണാൻ കഴിയുന്നു. പണ്ടൊക്കെ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു സൗഖ്യം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർ പറയുന്ന ഒരു തൃത്വത്തിന്റെ നാമത്തിലാണ് സൗഖ്യങ്ങൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത് സത്യത്തിൽ എന്താണ്? ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമവും തൃത്വനാമവും ഇവർക്കൊക്കെ എന്താണ്? ഒരു ബ്രാൻഡ് നെയിമാണ്. കാരണം തങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാനും അത്ഭുതങ്ങൾ നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഇതൊരു ബ്രാൻഡ് നെയിമായി അവർ ഉപയോഗിക്കുകയാണ്. കാരണം എന്താ? യേശു ദൈവമാണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം, അവർ പറയും ദൈവമാണെന്ന് പറയും. അപ്പോ പെട്ടെന്ന് അതിൽ കൂടുതലാകുമ്പോൾ അവരെന്ത് ചെയ്യും? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് 3 ദൈവങ്ങളാണെന്നും 3 വ്യക്തിത്വങ്ങളാണെന്നും അവരുടെ നാമത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്നും 3 ദൈവങ്ങളുടെ നാമത്തിലാണ് ഞാൻ പ്രവചിക്കുകയും രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്യുമെന്ന് അവര് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, അല്ലെ? യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? യഹോവയെ കണ്ടെത്തണം, അല്ലേ? അപ്പോ സങ്കീർത്തനങ്ങൾ 32:6 നമ്മൾ വരുമ്പോ, സങ്കീർത്തനങ്ങൾ 32:6, 32-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇത് നിമിത്തം ഓരോ ഭക്തനും സഹായം ആവശ്യമുള്ള സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കും. യഹോവയായ ദൈവത്തോട് ആവശ്യമുള്ളപ്പോഴേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ ആവശ്യക്കാരാ, അല്ലാത്തത് കണ്ടെത്താനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം അവിടെയും പറയുന്നുണ്ട്. 49:8 നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനം 49:8, 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വയം വീണ്ടെടുക്കുവാനോ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ കഴിയുകയില്ല എന്ന് അവിടെ പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാലത്ത് നമ്മൾ അവനെ ആരോഗ്യമുള്ള സമയത്ത് അവനെ കണ്ടെത്തണം. യൗവനത്തിൽ കണ്ടെത്തിയാലും കുഞ്ഞിലെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ഏത് പ്രായത്തിലാണെങ്കിലും കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്, അല്ലേ? അവൻ ഏകനാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. യിരെമ്യാവ് 29:13 വരുമ്പോ, യിരെമ്യാവ് 29:13, 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. അപ്പൊ യഹോവയായ ദൈവത്തിനെ നിങ്ങൾ അന്വേഷിച്ചാൽ അതെങ്ങനെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. അപ്പം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു സത്യം ഇവിടെ പറയുകയാണ്. ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും, ദൈവത്തെ അറിയുവാൻ സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്യും? ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഹോശേയയുടെ പുസ്തകം 10:12 വരുമ്പോ, ഹോശേയയുടെ പുസ്തകം 10:12, 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, 12-ാമത്തെ വാക്യത്തിൽ, നീതിയിൽ വിതപ്പിൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നില ഒഴിയുവിൻ, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാനുള്ള കാലം ആകുന്നുവല്ലോ. അപ്പൊ ഏകനായ ദൈവം, ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം.
അന്വേഷിച്ച് കണ്ടെത്തണം. അവന് എന്താണ്? അവന് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ഹൃദയം അവന് വേണ്ടി, അവന്റെ ഇരിപ്പിടമാണ്. ആ ഹൃദയം നമ്മൾ എന്ത് ചെയ്യണം? അവന് കൊടുക്കണം. അവന് ഇരിക്കുവാനായിട്ടുള്ള ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയം, അല്ലെ? ആ ഹൃദയത്തിൽ വേറെ ആരെയും ഇരുത്തുവാനുള്ളതല്ല, അല്ലെ? അപ്പോൾ അന്വേഷിച്ച്, അതായത് കഠിന ഹൃദയവും ഉഴുതുമുറിക്കുന്ന അല്ലെങ്കിൽ നീതി വിതയ്ക്കുന്ന ഉള്ള ഏക മാർഗം എന്താണ്? ഏതൊരു ആത്മീയ വേലയും നിറവേറ്റാൻ നമുക്ക് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ആവശ്യമാണ് എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഏക ദൈവത്തിനെ കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഇതൊക്കെയും സാധ്യമാവുകയുള്ളൂ. മൂന്ന് ദൈവങ്ങളെ കാണുന്നവർക്കല്ല, ഏക ദൈവത്തെ കണ്ട് മനസ്സിലാക്കുന്നവർക്കാണ് ഈ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ, ദൈവവചനത്തിലെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ ഇസ്രായേൽ ഗണത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. അപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് ആരുടെ ഭാഗ്യമാണ്? ദൈവമായ യഹോവ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയോ പ്രയാസങ്ങൾ വന്നു, നിങ്ങൾക്ക് എത്രയോ ബുദ്ധിമുട്ടുകൾ വന്നു, നിങ്ങൾക്ക് എത്രയോ പ്രതികൂലങ്ങൾ വന്നു, നിങ്ങൾക്ക് എത്രയോ പ്രതിസന്ധികൾ വന്നു. ആ പ്രതിസന്ധികളുടെ മേൽ യഹോവയായ ദൈവം നിങ്ങൾക്ക് കൂട്ടിരുന്നില്ലേ? നിങ്ങളെ സഹായിച്ചില്ലേ? നിങ്ങൾ മരിക്കുമെന്ന് കരുതിയ സ്ഥാനത്ത്, നിങ്ങൾ തകരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ യഹോവയായ ദൈവം നിങ്ങളെ കരുതിയില്ലേ? നിങ്ങളെ സ്നേഹിച്ചില്ലേ? അവൻ നിങ്ങളെ കാത്തു പരിപാലിച്ചില്ലേ? അതുകൊണ്ടാണ് അവനെ അന്വേഷിക്കണമെന്ന് പറയുന്നത്. അവൻ നമ്മളെ കരുതുന്നവനാകൊണ്ട് അവന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം, അല്ലേ? സെഫന്യാവ് 2:3 നമ്മൾ വായിക്കുന്നു. സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരുമായി ഭൂമിയിലെ സകല സൗമ്യന്മാരായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ് സൗമ്യന്മാർ. നമ്മളൊക്കെ സൗമ്യന്മാരാണ്, സൗമ്യതയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കുകയും, അപ്പം അങ്ങനെ അന്വേഷിക്കുന്നവരെ കുറിച്ചാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സൗമ്യന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ദൈവത്തെ അന്വേഷിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹോശേയാവിന്റെ പുസ്തകം 14-ാം അധ്യായം, ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളുടെ കൃപയോടെ ഞങ്ങളെ കൈക്കൊള്ളണം. എന്നാൽ ഞങ്ങളുടെ അധര അർപ്പണമായ കാളകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളിൽ രക്ഷയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോടുകൂടി ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല എന്ന് അവിടെ കാണുന്നു. അപ്പം നമ്മൾ എപ്പോഴും എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും ഒരു മനസാന്തരം നമുക്ക് ഉണ്ടാകണം, അല്ലേ? നമ്മളൊക്കെ തെറ്റിപ്പോകുന്നവരാണ്, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവയായ ദൈവത്തിന് മുമ്പിൽ മനസാന്തരത്തോടെ എന്നും കർത്താവിന്റെ സന്നിധിയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ ദയാലുവായ ദൈവമാണ് എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോൾ നമ്മൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യത്തിൽ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും, അല്ലെ? അപ്പം ദൈവ മനുഷ്യനായി വന്ന് ഭൂമിയിൽ വന്നു 3.5 വർഷക്കാലം ഇവിടെ ഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് അവൻ തന്റെ വചനത്തിലൂടെ പറയുകയാണ്. എന്താണ്? ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവായി നമ്മുടെ ഇടയിൽ വന്നപ്പോൾ അവൻ
സകലരോടും പറഞ്ഞതാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. കാരണം ആരുടെ? ദൈവത്തിന്റെ രാജ്യം. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അവന്റെ രാജ്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നു. അവൻ മനുഷ്യനായി വന്നു, അല്ലെ? ദൈവം മനുഷ്യനായി വന്നു. ക്രിസ്തു, അല്ലെ? യേശു ക്രിസ്തു ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നു. പറയുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 34-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അപ്പൊ ഇതെല്ലാം ഏക ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ്, ഏക ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവന്റെ രാജ്യവും ഒക്കെയും അവന്റെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ഏക ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. അതായത് 3 ദൈവങ്ങളും 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടല്ല. ലൂക്കോസിന്റെ സുവിശേഷം 11:10 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11:10 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യാചിക്കുന്ന ഏവൻ ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ എന്താണ്? നമ്മൾ എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ യാചിക്കുന്നവരായിരിക്കണം, അന്വേഷിക്കുന്നവരായിരിക്കണം, മുട്ടുന്നവരായിരിക്കണം, അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മുടെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 17:27 നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 17:27 നമ്മൾ വായിക്കുന്നു. 27-ാമത്തെ വാക്യത്തിൽ, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി. നമ്മളൊക്കെ എപ്പോഴും എന്താണ്? ദൈവം ഉണ്ടോ, ദൈവം ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, നമ്മുടെ പ്രതിസന്ധികൾ കൂടുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുകയോ, ദൈവം ഉണ്ടോ, അല്ലെ? ഈ പ്രതികൂലം വരുമ്പോൾ, ഈ പ്രതിസന്ധിയിൽ നമുക്ക് രക്ഷയില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. പക്ഷെ നിന്റെ പ്രതിസന്ധികൾ ദൈവം കാണുന്നു, നിന്റെ പ്രതികൂലങ്ങൾ ദൈവം കാണുന്നു, നിന്റെ പ്രശ്നങ്ങൾ ദൈവം കാണുന്നു. ആ ഏക ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം അവൻ എന്ത് ചെയ്യും? ഉത്തരം നൽകുന്ന, അല്ലേ? ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എന്നും ആശ്രയിക്കുന്നത്. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യജാതികളുടെ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ദൈവത്തെ ഇരുട്ടിൽ നിന്ന് പോലെ തപ്പി നോക്കി അന്വേഷിച്ച് കണ്ടെത്തുമോ എന്നർത്ഥമാക്കാം, അല്ലെ? മനുഷ്യർക്ക് ആവശ്യം തോന്നുമെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വെളിച്ചം ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെ? കാരണം ആ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ അവൻ വെളിച്ചമായി നമ്മുടെ ഇടയിൽ വന്നു. ദൈവം ലോകത്തിലേക്ക് വന്നത് വെളിച്ചമായിട്ടാണ്, നമുക്ക് വെളിച്ചം നൽകുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രകാശം നൽകുവാൻ, നമ്മുടെ ഏക ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അവന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ, അവന്റെ നന്മകളെ പ്രാപിക്കുവാൻ ആണ് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ലൊരു തലമുറയായി എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന പരമ്പര ഇവിടെ നടത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.